ഇന്നൊരു പായസമായാലും അതും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന നല്ല ചോക്ലേറ്റ് പായസം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കാനാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ചവ്വരി ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വേവിച്ച് കണ്ടൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ഞാനൊരു അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അധികം സമയം അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ചവ്വരിയും പാലും ഉണ്ടെങ്കിൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പായസമായിരിക്കും കേട്ടോ.